പ്രിയ വാർത്തയിലേക്ക്. തൃശൂർ നഗരം കീഴടക്കി പുലിപ്പടകൾ. അരമണി കുലുക്കി പുലിത്താളത്തിനൊത്ത് ചുവടുവച്ച് പുലിക്കൂട്ടങ്ങൾ. തേക്കിൻകാട് കീഴടക്കാൻ 500ഓളം പുലികളാണ് നഗരത്തിൽ ഇറങ്ങിയത്. സീതാറാമിൽ നടുവിലാൽ ദേശങ്ങളിൽ നിന്നുള്ള പുലികൾക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധികൾ അരുണാലത്തൂരും മിഥുൻ അയ്യപ്പനും സാനു കെ സജീവും ചേരുകയാണ്. ആദ്യം മിഥുൻ അയ്യപ്പനിലേക്ക്. മിഥുൻ, മണിക്കൂറുകളായി നഗരം കീഴടക്കി കഴിഞ്ഞു പുലിക്കൂട്ടങ്ങൾ തിരികെ ഇടയിലേക്ക് കയറാൻ ഇനി എത്ര സമയമാണ് എടുക്കുക? ഇപ്പോൾ എത്രത്തോളം ആവേശകരമായിട്ടാണ് പുലിക്കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത്? സുരേഷ്, പുലികൾ നാട്ടിലിറങ്ങിയാൽ എല്ലാവർക്കും ഒരു ആശങ്കയാണ്, അപകടമാണ്. പക്ഷെ ഈ 4ാം ഓണത്തിന് പുലി നാട്ടിലിറങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് വലിയ രീതിയിലുള്ള ആവേശമാണ്. അത് ആഘോഷത്തിന്റെ നാളാണ് തൃശ്ശൂർക്കാർക്ക് ഈ പുലിക്കളി എന്ന് പറയുന്നത്. ഇപ്പോൾ മണിക്കൂറുകളായി തൃശ്ശൂർ നഗരം കീഴടക്കിയിരിക്കുകയാണ്, അലറി വിളിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ ആഘോഷ തിമിർപ്പിലാണ്, ഗർജനത്തിന്റെ തിമിർപ്പിലാണ്, പുലികളുടെ ഗർജനത്തിന്റെ തിമിർപ്പിലാണ് തൃശ്ശൂർ നഗരം എന്നുള്ളത്. ഇപ്പോൾ സീതാറാം നിർദ്ദേശത്തിന്റെ പ്ലോട്ടാണ് ഇപ്പോൾ എനിക്ക് മുമ്പിലൂടെ കടന്നു പോകുന്നത്. അത് നടുവിലാൽ ജംഗ്ഷനിലൂടെ കടന്നു പോവുകയാണ്. അത് നയന മനോഹരമായിട്ട് ഒരു പ്ലോട്ട് എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടി വരുന്നു. പ്രശസ്തമായിട്ടുള്ള അവതാർ സിനിമയുടെ രംഗങ്ങളെ പുനരാവിഷ്കരിച്ചുകൊണ്ട് അതിൽ പുലികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്ലോട്ടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ദൃശ്യവിസ്മയം തന്നെ അത് സംജാതമാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. ഈ സീതാറാം ഫിലിമിന്റെ ഇപ്പോൾ തൊട്ടു മുമ്പ് കടന്നുപോയ മേളം അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അത് മനോഹരമായിട്ടുള്ള മേളം തന്നെയായിരുന്നു സീതാറാം നിർദ്ദേശത്തിന്റെ മേളം ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഓരോ വിഭാഗത്തിലും കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകളും മത്സരങ്ങളുമുണ്ട്. മേളത്തിന് മത്സരങ്ങളുമുണ്ട്, പുലിക്കളിക്ക് മത്സരമുണ്ട്, പ്ലോട്ടിന് മത്സരമുണ്ട്. അത്തരത്തിൽ ഓരോ വിഭാഗവും അതിമനോഹരമായി വാശിയേറിയ മത്സരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എടുത്തു പറയേണ്ട ഒന്ന് എന്ന് പറയുന്നത് കാഴ്ചയുടെ ഭാവം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും നേരം കണ്ടതെല്ലാം ഈ സായം സന്ധ്യയുടെ ഒരു സ്വർണ്ണ നിറത്തിലുള്ള കാഴ്ചകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇരുട്ട് വീണ് പടർന്നതും ഈ ഇരുട്ടിന്റെ രൗദ്രികയ്ക്കൊപ്പം ദക്ഷിണേറ്റുകളുടെ അതിമനോഹരമായിട്ടുള്ള കമനീയമായിട്ടുള്ള ദൃശ്യ ഭംഗി കൂടി പുലിക്കളിക്ക് കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ തൃശ്ശൂർ നഗരത്തിൽ നിന്നുള്ള കാഴ്ച. ദക്ഷിണേറ്റിന്റെ ദൃശ്യവിധാനത്തിൽ വർണ്ണവിധാനത്തിൽ പുലികൾ ഇങ്ങനെ ആടി തിമിർത്തുകൊണ്ട് വടക്കുന്നാഥന്റെ പ്രദക്ഷിണ വഴിയായിട്ടുള്ള സ്വകാര്യ റൗണ്ടിലൂടെ താളത്തിനൊപ്പം ഇങ്ങനെ ചുവട് വെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ്. പല വിധത്തിലുള്ള പുലികൾ, കുട്ടിപ്പുലികൾ, വരയൻ പുലികൾ, കുട്ടിപ്പുലികൾ, കരിമ്പുലികൾ, വെളുമ്പൻ പുലികൾ, വെളുമ്പൻ പുലികൾ, അങ്ങനെ പുലികളുടെ എണ്ണമെടുത്താൽ അല്ലെങ്കിൽ പുലികളുടെ വ്യത്യസ്തമായിട്ടുള്ള പുലികളുടെ എണ്ണമെടുത്താൽ എണ്ണില്ലാത്തത്ര പുലികൾ ഇവിടെ അവതരിച്ച് കഴിഞ്ഞിരിക്കുന്നു. വടക്കുന്നാഥിന്റെ പ്രദർശന വഴി ഈ ഒരു ദിവസത്തിന് വേണ്ടി ഓണക്കാലത്ത് തൃശ്ശൂർക്കാർ കാത്തിരുന്നത്, മലയാളികൾ കാത്തിരുന്നത് ഈ മേളക്കൊടുപ്പിന് വേണ്ടിയാണ്. മറ്റെവിടെയും കേൾക്കാത്ത തൃശ്ശൂരിൽ 4ാം വിഭാഗത്തിൽ മാത്രം കേൾക്കുന്ന ഈ പുലിമേളത്തിനൊപ്പം ഇവിടെ പുലികൾ ഇങ്ങനെ ആടിത്തിമിർക്കുന്നു. 9 സംഘങ്ങളിൽ നിന്നായി 459 പുലികളാണ് ഇത്തവണ നിരത്തിലിറങ്ങുന്നത്. ഓരോ സംഘവും അതിന്റെ പുലിവേഷത്തിലും വേഷവിധാനത്തിലും താളവിധാനത്തിലും അതുപോലെ തന്നെ പ്ലോട്ടിന്റെ ദൃശ്യ വ്യത്യസ്തതകളിലുമെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വിഭിന്നമായിട്ടുള്ള ആശയങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു വർഷത്തെ തയ്യാറെടുപ്പും ഒരു വർഷത്തെ ഗവേഷണവും കൊണ്ടാണ് സ്വരാജ് റൗണ്ടിലൂടെ കാണികളെ, ഈ പുലിക്കളി പ്രേമികളെ, മേളപ്രേമികളെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ച, ഈ ഓണക്കാലത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച. ഇപ്പോഴിതാ അതിമനോഹരമായിട്ടുള്ള മറ്റൊരു പ്ലോട്ട് നടുവിലാൽ ജംഗ്ഷനിലൂടെ, നടുവിലാൽ ഗണപതിക്ക് മുന്നിലൂടെ കടന്നു പോകുന്നു. പുരാണ ഇതിഹാസങ്ങളുടെ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പരമശിവന്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച, കാളയുടെ കലാരൂപത്തിലുള്ള പരമശിവന്റെ കാഴ്ച, അത് പുരാണ ഇതിഹാസത്തിലെ മനോഹരമായിട്ടുള്ള സംഭവ വികാസങ്ങളെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് യുവജന സംഘം വിയ്യൂരിന്റെ കാഴ്ചയാണ്. പ്ലോട്ടാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മിഥുൻ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മിഥുൻ പറഞ്ഞതുപോലെ തന്നെ ഈ പുലികൾ നഗരം കീഴടക്കി മനോഹരമായ കാഴ്ചകൾ, ഇപ്പോൾ നിറങ്ങളിൽ ആറാടുന്ന വർണ്ണാഭമായ കൂടുതൽ മനോഹരമായ കാഴ്ചകളിലേക്കാണ് നഗരം എത്തിയിരിക്കുന്നത്, അല്ലേ?
പ്ലോട്ടുകളുടെ വ്യത്യസ്തത നമുക്കിപ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ്. ആദ്യമെത്തിയ അയ്യന്തോൾ സംഘമുണ്ട്. ആദ്യമെത്തിയത് ഈ നടുവില ജംഗ്ഷനിലേക്ക് രണ്ടാമതെത്തിയതാണ് അയ്യന്തോൾ സംഘം. അയ്യന്തോൾ സംഘത്തിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് പേരുടനും കർത്തവും തമ്മിലുള്ള സ്ഥിരപരിധികളായിരുന്നു സ്ഥാപിക്കുന്ന ഹൈന്ദവ ഗ്ലാസുകളിലെ പുരാണങ്ങളിലെ സംഭവ വികാസത്തെ ആവിഷ്കരിക്കുന്ന രാവിഞ്ചി സുരേഷ് എന്ന അതിവിദഗ്ധരായിട്ടുള്ള കലാകാരന്റെ കരവിരുതിൽ വിരിഞ്ഞ ഒരു പ്ലോട്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് മുമ്പിലുള്ളത് നടുവിലാൽ ജംഗ്ഷനിലുള്ളത് യുവജന സംഘം വിയ്യൂരിന്റെ, അതുപോലെ തന്നെ സമാനമായ ഈ നമ്മുടെ ഹൈന്ദവ പുരാണ ഇതിഹാസങ്ങളിൽ നിന്നെടുത്ത മറ്റൊരു കഥാസന്ദർഭത്തെ അതിമനോഹരമായിട്ടുള്ള കലാവിഷ്കാരത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നു വിദഗ്ധനായിട്ടുള്ള കലാകാരൻ. അതിമനോഹരമായിട്ടുള്ള കാഴ്ച. ഈ കാളമുഖത്തോടു കൂടിയ പരമശിവൻ ഇങ്ങനെ നിവർന്നു നിൽക്കുന്നത്, അതുപോലെ തന്നെ രൗദ്രഭാവമാണ് മുഖത്തുള്ളത്. അത്തരത്തിൽ പുറകിലാകട്ടെ തൃശൂലവും ഡമരവും ഏന്തിയ സർപ്പത്തെ കഴുത്തിൽ ധരിച്ചിട്ടുള്ള പരമശിവന്റെ രൂപം, താഴെ മഹാവിഷ്ണുവുണ്ട്. അത്തരത്തിൽ ഹിന്ദു പുരാണ ഇതിഹാസങ്ങളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പുനരാവിഷ്കാരം ഈ പ്ലോട്ടുകളിൽ കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ വർഗീസ് പുണ്യാളന്റെ പ്ലോട്ടും മറ്റൊരു ദേശം ഇവിടെ ആവിഷ്കരിക്കുകയുണ്ടായി. അത്തരത്തിൽ അതുപോലെ മത സൗഹാർദ്ദത്തെ വിളിച്ചോതുന്ന വടക്കുനാഥ ക്ഷേത്രത്തെ ഗോപുരനടയും, അതുപോലെ തന്നെ പുത്തൻപള്ളിയും, അതുപോലെ തന്നെ ചേരമാൻ ജുമാ മസ്ജിദ് ഉൾപ്പെടുന്ന ഇവയെല്ലാം ഒന്നിച്ച് ഒരു കൈക്കുമ്പിളി നിർത്തിയിരിക്കുന്ന വിധത്തിലുള്ള അതിമനോഹരമായ മറ്റൊരു പ്ലോട്ടും ഇതിലൂടെ കടന്നുപോയി. അങ്ങനെ പ്ലോട്ടുകളുടെ വ്യത്യസ്തതകളിലും നവീന ആശയങ്ങളിലും അത് ആവിഷ്കരിച്ചിരിക്കുന്ന പെർഫെക്ഷനിലും എല്ലാം തന്നെ ഇത്തവണ കൂടെ ഓരോ തവണയും അത് മികവ് പുലർത്താറുണ്ട്, മികവ് ഉയർത്താറുണ്ട്. ഇത്തവണയും അതിവിദഗ്ധമായി അതിലും വലിയ ശ്രദ്ധ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 9 സംഘങ്ങൾ ചേർത്ത് ലക്ഷങ്ങൾ മുടക്കി ഈ ഒരു പുലിക്കളി ഇത്തവണ നടത്തണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പിന്തുണ കൃത്യമായി ലഭിക്കേണ്ടതുണ്ട്. ഇത്തവണ നമുക്കറിയാം കേന്ദ്ര സർക്കാർ 3 ലക്ഷം രൂപ ഓരോ സംഘത്തിനും അനുവദിച്ചിരിക്കുന്നു, സഹായമായി അനുവദിച്ചിരിക്കുന്നു. മറ്റ് സഹായ സഹകരണങ്ങൾ ചെയ്യാറുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി 5 സംഘങ്ങളായും 7 സംഘങ്ങളായും മാത്രം നടത്തിയിരുന്ന പുലിക്കളി സംഘം തൃശൂർ പുലിക്കളി ഇത്തവണ 9 സംഘങ്ങളായി ഉയർത്താൻ സാധിച്ചിരിക്കുന്നു. വലിയ ഒരു വീണ്ടെടുപ്പാണ് തൃശൂർ ജനതയുടെ ആത്മാവിഷ്കാരമായിട്ടുള്ള, തൃശൂർ ജനതയുടെ സാംസ്കാരിക ചിഹ്നങ്ങളിലൊന്നായിട്ടുള്ള, സാംസ്കാരിക ആചാരങ്ങളിലൊന്നായിട്ടുള്ള ഈ പുലിക്കളി വീണ്ടും വർണ്ണാഭമായും അതുപോലെ തന്നെ കൂടുതൽ പ്രൗഢിയോടെയും കൂടുതൽ പങ്കാളിത്തത്തോടെയും നടത്താൻ ഇത്തവണ സാധിച്ചു എന്നുള്ളത് ഒരു വലിയൊരു മാറ്റമാണ്. ആ മാറ്റമാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ വടക്കുന്നാഥന്റെ പ്രദക്ഷിണ വഴിയായിട്ടുള്ള സിറാജ് റോഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ പുലിക്കളി സംഘവും കടന്നു പോകുമ്പോൾ ഏതാണ് മികച്ചത് എന്ന് പറയാനാവാത്ത വിധത്തിൽ നമ്മൾ അന്തം വിട്ടു പോവുകയാണ്. ഓരോ സംഘങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിനായിരിക്കാം 1ാം സമ്മാനം എന്ന് നമ്മൾ തോന്നിപ്പോകും. എന്നാൽ തൊട്ട് പിന്നെ വരുന്ന മറ്റൊരു സംഘം മുന്നിലെത്തുമ്പോൾ അതല്ല, ഇതിനാണ് സമ്മാനം എന്ന് തോന്നിപ്പോകും. അതിനു പുറകെ മറ്റൊരു സംഘം എത്തുമ്പോൾ വീണ്ടും ഈ ആശങ്ക നമുക്കിടയിലുണ്ടാകും. അത് ഈ പുലിക്കളി സിറാജുകളുടെ അക്ഷരാർത്ഥത്തിൽ കീഴടക്കി, ശക്തന്റെ തട്ടകത്തെ അക്ഷരാർത്ഥത്തിൽ കീഴടക്കിയിരിക്കുകയാണ് പുലിക്കൂട്ടങ്ങൾ. മിഥുൻ അയ്യപ്പനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പള്ളി ഏജൻസീസ്. ഇനി വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബസിലൂടെ.